നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പും പ്രവാസി പ്രതീക്ഷകളുമെന്ന തത്സമയ ചർച്ചാ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചാ വിഷയമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പും പ്രവാസി പ്രതീക്ഷകളും എന്നുള്ളത്. കഴിഞ്ഞ കുറേ കാലമായി പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. പ്രേക്ഷകർക്കും വിളിച്ചു തുടങ്ങാം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0529462343. നിങ്ങളുടെ പ്രദേശത്ത് MP എങ്ങനെയായിരിക്കണം, പ്രവാസികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം എങ്ങനെ വേണം പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള തത്സമയ ചർച്ചാവേദിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തെ പറ്റിയാണ്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. ആകെ വോട്ടർമാർ 12,50,635. അതിൽ പുരുഷന്മാർ 5,93,758, സ്ത്രീകൾ 6,56,877, പുതിയ വോട്ടർമാർ 76,774, പ്രവാസികൾ ഏകദേശം 30%. തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലം 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അത് തൃശ്ശൂർ, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, നാട്ടിക, പുതുക്കാട്, ഒല്ലൂർ, മണലൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെ മണ്ഡലങ്ങൾ UDFിൻ്റെ കൂടെയും ഏതൊക്കെ മണ്ഡലങ്ങൾ LDFിനോടൊപ്പവും നിന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിനോടൊപ്പം നിന്ന മണ്ഡലങ്ങൾ: 1 മണലൂർ, ശ്രീ PA മാധവൻ, ഇന്റർനാഷണൽ കോൺഗ്രസ്. 2 ഒല്ലൂർ, ഇന്റർനാഷണൽ കോൺഗ്രസ്, ശ്രീ MP വിൻസെന്റ്. 3 ഇരിങ്ങാലക്കുട, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അവിടെ ജയിച്ചത് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. 4 തൃശ്ശൂർ ഇന്റർനാഷണൽ കോൺഗ്രസ്, ജയിച്ചത് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ. LDFിനോടൊപ്പം 2011 നിന്ന മണ്ഡലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഗുരുവായൂർ CPIMലെ ശ്രീ KV അബ്ദുൽ ഖാദർ. നാട്ടിക CPIയുടെ ശ്രീമതി ഗീത ഗോപി. പുതുക്കാട് CPIMൻ്റെ പ്രൊഫസർ C രവീന്ദ്രനാഥ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമുക്കൊന്ന് പരിശോധിക്കാം. ആകെ വോട്ടർമാർ ഉണ്ടായിരുന്നത് 11,74,161. ഇതിൽ പോൾ ചെയ്തത് 8,15,868. PC ചാക്കോ, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ PC ചാക്കോ നേടിയ വോട്ട് 3,85,297, ഏകദേശം 47.23%. അദ്ദേഹം 25,151 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ CN ജയദേവൻ, CPIയുടെ CN ജയദേവനെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ശ്രീ CN ജയദേവൻ 3,60,146 വോട്ട്, അതായത് 44.14% ശ്രീ CN ജയദേവൻ നേടി. BJPയുടെ വോട്ട് 6.7% അത് 54,680 വോട്ട്. 2014 ഈ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന സ്ഥാനാർത്ഥികൾ: ശ്രീ CN ജയദേവൻ, CPI LDF. ശ്രീ KP ധനപാലൻ, അദ്ദേഹം ചാലക്കുടിയുടെ സിറ്റിംഗ് MP ആണ്, ഇന്റർനാഷണൽ കോൺഗ്രസ്. ശ്രീ KP ശ്രീശൻ, BJP. അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്, പ്രൊഫസർ സാറ ജോസഫ്, ആം ആദ്മി പാർട്ടി. നമ്മൾക്ക് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെപ്പറ്റിയും മറ്റ് കാര്യങ്ങളെപ്പറ്റിയും ഒന്ന് പ്രാഥമികമായി ചർച്ച ചെയ്തു പോകാം. എന്നോടൊപ്പം ഇവിടെ സ്റ്റുഡിയോയിൽ ശ്രീ സുരേഷ് കൃഷ്ണ, മാസ് ഷാർജയുടെ പ്രതിനിധി, LDFിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര, ജനറൽ സെക്രട്ടറി, ദുബായ്, കണ്ണൂർ ജില്ലാ KMCC. രണ്ടുപേർക്കും സ്വാഗതം. ശ്രീ അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര, ധനപാലൻ ചാലക്കുടിയുടെ MP ആയിരുന്നു. പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ നോക്കുമ്പോൾ ഏകദേശം 100% ഹാജർ നിലവാരം ഉള്ള MP. എങ്കിലും PC ചാക്കോ കഴിഞ്ഞ പ്രാവശ്യത്തെ തൃശ്ശൂരിലെ ഇപ്പോഴത്തെ സിറ്റിംഗ് MP ആണ്. ഡൽഹിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം, രാഷ്ട്രീയ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട്
താൻ ചെയ്ത പ്രവർത്തനത്തിൽ അത്ര വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാതെ അദ്ദേഹം ചാലക്കുടിയിലേക്ക് മാറിയത്? ഈ കാര്യത്തെ എങ്ങനെയാണ് തൃശ്ശൂരിലുള്ള വോട്ടേഴ്സ് നോക്കിക്കാണുന്നത്? തെറ്റായ ഒരു ആരോപണമായിട്ട് ഞാൻ അതിനെ എടുക്കുകയാണ്. ഒന്നാമത്തത്, ധനപാലൻ തൃശ്ശൂരിലേക്ക് മാറിയതും തൃശ്ശൂരിൽ നിന്ന് ചാക്കോ ചാലക്കുടിയിലേക്ക് മാറിയതുമൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംഘടനാ തലത്തിലുണ്ടായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. രണ്ടാമതായിട്ടുള്ള ഒരു പ്രശ്നം, ചാലക്കുടിയുടെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ധനപാലൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ട് ചാലക്കുടിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് തൃശ്ശൂരേക്ക് മാറ്റിയതാണ് എന്നുള്ള പരാതി ഇതേ രൂപത്തിൽ ഒരുപക്ഷെ അവതാരകരായിട്ടുള്ള അങ്ങാണെന്ന് മാത്രമല്ല ആരായിരുന്നാലും ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് അതാത് സന്ദർഭങ്ങളിൽ ആവശ്യാനുസരണം എടുത്തുപയോഗിക്കുന്ന ഒരു വാക്ക് എന്നതിനപ്പുറത്ത് അത്തരത്തിലുള്ള ഒരു തെറ്റായ ചർച്ചകൾക്കും വഴിവെക്കാത്ത രൂപത്തിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ചാലക്കുടിയിൽ നിന്ന് ധനപാലനെ ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ PC ചാക്കോയെ അങ്ങോട്ടേക്കും. അങ്ങനെയാണോ ശ്രീ സുരേഷ് കൃഷ്ണ? വെറും നിഷ്കളങ്കമായുള്ള ഒരു ചർച്ചയുടെ ഫലമായി മാത്രമാണോ ധനപാലന് തൃശ്ശൂർ നഷ്ടപ്പെട്ടത്? കേരളീയ ജനതയുടെ ഒരു പൊതുബോധത്തിന്റെ അകത്തേക്ക് ഇത്തരം ചോദ്യചിഹ്നങ്ങൾ എടുത്തെറിയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് ശരിയായ രീതിയിലല്ല. ഒന്നാമത്, എന്താണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ പിന്നിലെല്ലാം വലിയ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നുള്ളത് ഇനി വരുന്ന സമയം തെളിയിക്കാൻ പോകുന്നു. യഥാർത്ഥത്തിൽ PC ചാക്കോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. അത് നമുക്കെല്ലാം ബോധ്യപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, UPA ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പല പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. അതിന്റെ ഫലമായി അതിന് സംഭവിക്കാൻ പോകുന്ന ഒരു പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് സുരക്ഷിതമെന്ന് തോന്നിയേക്കാവുന്ന ഒരു മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അധികാര ശ്രേണികളുമായിട്ട് കോൺഗ്രസിന്റെ അധികാര ശ്രേണികളുമായിട്ടുള്ള അടുത്ത ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറിയെങ്കിലും അവിടെയും തോറ്റ് തുന്നം പാടാൻ പോകുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വെളിവാകാൻ പോകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കേരളീയ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം പിന്നിലേക്കുള്ള പോക്കിനും ഉത്തരവാദി എന്ന് പറയുന്നത് കേരളത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ഗവൺമെന്റ് ആണ്. ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ശ്രീ PC ചാക്കോയെ പറ്റി അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. ആമുഖമായി ഈ മണ്ഡലം അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് PC ചാക്കോ ചർച്ചയിലേക്ക് വന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ വളരെയധികം പരിമിതികളും പരാതികളും ഇന്ന് നിലവിലുള്ള MP പറ്റി ഉണ്ട്. മലയോര കർഷകരുടെ ചിരകാല സ്വപ്നമായ പട്ടയത്തിന് ഇനിയും പൂർണ്ണമായി പരിഹാരം കണ്ടെത്താനായില്ല. UDFന്റെ വാഗ്ദാന ലംഘനങ്ങൾ എന്ന് പറയുന്നത് പുത്തൂരിൽ മൃഗശാലയോടനുബന്ധിച്ച് ശാസ്ത്ര സയൻസ് അക്കാദമി തുടങ്ങുമെന്ന് പറഞ്ഞു, അത് അട്ടിമറിച്ചു. പുത്തൂർ പഞ്ചായത്തിൽ തന്നെ ആരംഭിക്കാൻ LDF സർക്കാർ സ്ഥലം കണ്ടെത്തിയ കേന്ദ്ര സർവകലാശാല ഉപേക്ഷിച്ചു. ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ച് മണ്ണുത്തി വടക്കഞ്ചേരി 6 വരിപ്പാത പണി സ്തംഭിപ്പിച്ചു. ക്ഷീര കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ്. മണ്ണെടുക്കാൻ അനുമതി ലഭിക്കാത്തതിനാൽ തൃശ്ശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചിട്ടുള്ള സമഗ്ര കോൾനില വികസന പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തൃശ്ശൂരിൽ പറഞ്ഞു കേൾക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ അബ്ദുൽ ഖാദർ? തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ തൃശ്ശൂരിലെ ഒരു വിഷയമായിട്ട് നിങ്ങൾ 1, 2, 3 കാര്യങ്ങൾ എടുത്തുദ്ധരിക്കുമ്പോൾ അതൊക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയമായ നിലപാടുകളുടെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള നിലപാടുകളാണ്. അവിടെ ഒരിക്കലും ഒരു ജനങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാട് ഒരു കാരണവശാലും എവിടെയും എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി തൃശ്ശൂരിലുള്ള ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. മാത്രമല്ല, കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല പാർലമെന്റേറിയൻ ഖ്യാതി നേടിയ രൂപത്തിൽ ധനപാലൻ അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള സാഹചര്യങ്ങളെയും അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും തൃശ്ശൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം വളരെ ഗൗരവത്തോടെ ചാലക്കുടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഗൗരവത്തോടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ PC ചാക്കോയും തൃശ്ശൂരിന്റെ വികസനത്തിന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എല്ലാ ആനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ PC ചാക്കോയുടെ ഒരു പ്രത്യേകത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അധികായനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് വളരെ ഗൗരവത്തോടെ വിഷയങ്ങൾ
വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനും ആ അർത്ഥത്തിൽ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ തൃശ്ശൂർ അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലം എന്നുള്ള നിലക്ക് വളരെ കൃത്യമായും നല്ല ബോധ്യത്തോടെയും അദ്ദേഹത്തിന് വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇവിടെ വിഷയം അതൊന്നുമല്ല. നേരത്തെ എന്റെ പ്രിയ സ്നേഹിതൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തിന്റെ പോരായ്മ കൊണ്ട് ജനങ്ങൾ വിധി എഴുതാൻ പോകും. ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ്. കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുഖ്യമന്ത്രിയും അഭിമാനത്തോടെ തന്റെ ഇടത്തോടു കൂടി പറഞ്ഞിട്ടില്ല ഇതൊരു ഗവൺമെന്റിന്റെ വിധിയെഴുത്താണ്, ഇതൊരു ഗവൺമെന്റിന്റെ വിധിയെഴുത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ LDF കാൻഡിഡേറ്റ് ശ്രീ CN ജയദേവൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നു. നമസ്കാരം ശ്രീ ജയദേവൻ. നമസ്കാരം. എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? തീർച്ചയായിട്ടും വളരെ വളരെ ഉഷാറായിട്ട് പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. എന്റെ ഒരാഴ്ചയിലെ പര്യടനം മണ്ഡലത്തിൽ പൂർണ്ണമാക്കി വീണ്ടും ഒരു 2ാം റൗണ്ട് പര്യടനം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ പ്രാവശ്യം താങ്കൾ വോട്ടേഴ്സിനെ നേരിടുമ്പോൾ പറയുന്ന പ്രഖ്യാപനങ്ങൾ? എന്തൊക്കെയാണ് നിങ്ങളുടെ നയപരിപാടികൾ ഈ പ്രാവശ്യം തൃശ്ശൂരിലെ വോട്ടേഴ്സിന്റെ മുമ്പിലേക്ക് LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള അങ്ങ് അവതരിപ്പിക്കുന്നത്? വളരെ പ്രധാനമായും ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നെഗറ്റീവ് വശങ്ങളാണ്. ഗവൺമെന്റിന്റെ സാമ്പത്തിക നയം, അതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള കറപ്ഷനും സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള അതിഭീമമായിട്ടുള്ള വിലക്കയറ്റം, ഇത്തരം വിഷയങ്ങളാണ് നാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിലൊരു ബദൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ജനങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾ. മൂന്നാമതായിട്ട് BJP വന്നാൽ ഉണ്ടാകുന്ന അപകടം, BJPക്കെതിരായിട്ടുള്ള വിമർശനങ്ങളാണ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന മറ്റ് വിഷയങ്ങൾ. അതിനു പുറമെ കഴിഞ്ഞ 5 വർഷം തൃശ്ശൂരിനെ റെപ്രസെന്റ് ചെയ്ത PC ചാക്കോ വികസന കാര്യങ്ങളിലെ ദയനീയമായിട്ടുള്ള പരാജയം മാത്രമല്ല, മണ്ഡലത്തിലെ പരാജയം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം മണ്ഡലം വിട്ട് മറ്റൊരു മണ്ഡലത്തിൽ പോയി മത്സരിക്കുന്ന സാഹചര്യം. കേരള സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള നിരവധി പ്രശ്നങ്ങൾ, വിമർശനപരമായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ, ഇതാണ് ഞങ്ങൾ പൊതുവായിട്ട് തെരഞ്ഞെടുപ്പിൽ ഒരു ക്യാമ്പയിനായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ശ്രീ ജയദേവൻ, താങ്കൾ ഇപ്പോൾ PC ചാക്കോ അവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ അഭാവം മൂലമാണ് അദ്ദേഹം മണ്ഡലം മാറിയത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിലും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ നടത്തിയ ഒരു MP അല്ലേ ശ്രീ ധനപാലൻ? 100% ഹാജർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ റെക്കോർഡുകളിലുണ്ട്. എന്ത് തോന്നുന്നു ശ്രീ PC ചാക്കോ മാറി ധനപാലൻ വന്നപ്പോൾ? സത്യത്തിൽ ധനപാലനെ സംബന്ധിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആരും ചർച്ച ചെയ്യുന്നില്ല. തൃശ്ശൂരിൽ ചർച്ച ചെയ്യുന്നത് ചാക്കോയെ കുറിച്ചാണ്. ഇദ്ദേഹം ഒരു നിർബന്ധമായി ദേശീയ നേതൃത്വത്തിലെ പങ്കാളിത്തമില്ലാത്ത ഒരു പാവം കോൺഗ്രസുകാരനായി ഇങ്ങോട്ട് വരാൻ വിധിക്കപ്പെട്ട ഒരാൾ എന്ന നിലയിലാണ് അദ്ദേഹത്തെ പൊതുവെ തൃശ്ശൂർ ജില്ലയിലെ വാർത്താമാധ്യമങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വേദികളിലും എന്തുകൊണ്ടോ ധനപാലനെതിരായിട്ടുള്ള വിമർശനങ്ങളൊന്നും ഉയർന്നു വരുന്നില്ല. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചും വലിയ ചർച്ചകളൊന്നും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നില്ല. പ്രധാന വ്യക്തിത്വം എന്ന് അവകാശപ്പെട്ടിരുന്ന AICCയിൽ നല്ല സ്വാധീനമുള്ള ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന മാന്യദേഹമായ PC ചാക്കോ ഈ മണ്ഡലത്തിൽ നിന്ന് ഒളിച്ചോടാനിടയായ സാഹചര്യങ്ങൾ ഉൾപ്പെടെയാണ് പ്രധാനമായിട്ടും ഇതുവരെ, ഇന്ന് ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്, ഇതുവരെയുള്ള രാഷ്ട്രീയ വേദികളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധനപാലനും ധനപാലന്റെ ഗുണഗണങ്ങളെ കുറിച്ചുള്ള യാതൊരു ചർച്ചയും ഞാനിതുവരെ കേട്ടിട്ടില്ല. ശ്രീ ജയദേവൻ, താങ്കൾക്കറിയാം തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രവാസികളുണ്ട്. പ്രവാസി വോട്ടുകൾ ഇവിടെ വളരെ നിർണായകമായ ശക്തിയാണ്. പ്രവാസികളുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വോട്ടുകൾ. കഴിഞ്ഞ കുറേ കാലമായി, പതിറ്റാണ്ടുകളായി പ്രവാസികൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുകയാണ്. ഇതുവരെ കാര്യമാത്രമായിട്ടുള്ള ഒരു പരിഹാരവും പ്രവാസികളുടെ പ്രശ്നത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കർമ്മ പരിപാടികൾ?
പ്രവാസികളുടെ വിഷയത്തിൽ പൊതുവെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വേദികളിൽ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്ന് പ്രധാനമായും കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രവാസികളുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ പേരിന് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്നില്ല. പ്രവാസികൾക്ക് വേണ്ടി ക്ഷേമനിധി ഉൾപ്പെടെയുള്ള പദ്ധതികളെ കുറിച്ച് പറയുകയും മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവാസികളുടെ പേരിൽ സംഘടനകൾ ഉണ്ടാക്കുകയും പ്രക്ഷോഭ സമരങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും പ്രവാസികൾക്ക് സംരക്ഷണം ലഭിക്കത്തക്ക രൂപത്തിൽ ഒരു നിയമവും നിലവിൽ വന്നിട്ടില്ല, നടപ്പിലാക്കപ്പെടുന്നില്ല. തീർച്ചയായും പ്രവാസികളുടെ പ്രവർത്തനങ്ങൾ, പ്രവാസികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ആസൂത്രിതമായി മെച്ചപ്പെട്ട രൂപത്തിൽ അവരുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി കേരളത്തിന്റെ വികസനത്തിൽ അവരെ പങ്കാളിയാക്കുന്ന രൂപത്തിൽ, അതോടൊപ്പം അവർക്ക് ക്ഷേമം വരുന്ന രൂപത്തിൽ ഉള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ചകൾ ഉയർന്നു വരണം എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി ആവുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവപൂർവ്വം പ്രവാസി സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച ചെയ്ത് അവർ നിർദ്ദേശിക്കപ്പെടുന്ന പദ്ധതികളെ കുറിച്ച് ഗവൺമെന്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമമായിരിക്കും പ്രഥമഘട്ടത്തിൽ ഞാൻ നടത്തുക. ഞാനിത് പറയാം. ശ്രീ ജയദേവൻ, ഒന്നിടപെട്ടോട്ടെ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതാണ്ട് 8 മലയാളികൾ കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്, പ്രവാസി കാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ. എന്നിട്ടും കാര്യമായി ഞങ്ങളുടെ യാത്രാ പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ പുനരധിവാസ പ്രശ്നങ്ങളിൽ, അങ്ങനെ ഞങ്ങൾ നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിൽ, ഇവിടുത്തെ ജയിലുകളിൽ നിരവധിയായിട്ടുള്ള മലയാളി സുഹൃത്തുക്കൾ ഉണ്ട്. ചെറിയ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായി ചെറിയൊരു നിയമസഹായം ലഭിച്ചാൽ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്താവുന്നവരാണ്. അതുപോലെ തന്നെ NTV തന്നെ നേരത്തെ ഉന്നയിച്ചിരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ നിരവധിയായിട്ടുള്ള മലയാളി സുഹൃത്തുക്കൾ, ഇന്ത്യൻ സുഹൃത്തുക്കൾ കോമ സ്റ്റേജിൽ കഴിയുന്നുണ്ട്. അവരെയൊക്കെ നാട്ടിൽ കൊണ്ടുപോകേണ്ടതല്ലേ? അതിനൊക്കെ ഗവൺമെൻറ് മുൻകൈ എടുക്കണ്ടേ? മറ്റൊരു കാര്യം കൂടെ, എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്നുള്ള പേരിൽ കഴിഞ്ഞ 25 കൊല്ലം മുമ്പേ തുടങ്ങിയ ഡിപ്പോസിറ്റ് കളക്ഷൻ, അതായത് 25,000 കോടി രൂപയോളം പാവപ്പെട്ട പ്രവാസികളുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റായി വാങ്ങി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഈ കാശ് എവിടെ പോയി എന്നുള്ള ചോദ്യം അങ്ങ് ഉന്നയിക്കുമോ? ഈ കാശ് കൃത്യമായി പ്രവാസികളുടെ പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ അങ്ങ് മുൻകൈ എടുക്കുമോ ജയിക്കുകയാണെങ്കിൽ? തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയങ്ങൾ കൂടുതൽ പഠനാർഹമായിട്ടുള്ള വിഷയങ്ങളാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രവാസികളുടെ പ്രശ്നത്തിൽ ദൈനംദിനം ഇടപെട്ട് പരിചയമുള്ള ഒരാളല്ല ഞാൻ എന്ന് തുറന്നു പറയുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, പ്രവാസി സംഘടനകളുമായി ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് പ്രയോറിറ്റി അനുസരിച്ച് ഏതെല്ലാം വിഷയങ്ങളിൽ ഇടപെടണം എന്നുള്ളതിന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിൽ തുടർന്ന് ഇടപെടുക, അതിനുവേണ്ടി ശബ്ദമുയർത്തുക എന്നുള്ളത് എൻ്റെ ഒരു മുഖ്യ ചുമതലയായി തന്നെ ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും. ശ്രീ ജയദേവൻ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇത് പ്രവാസികളുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ ഏതൊരു ഇന്ത്യക്കാരനും ഇലക്ഷന് നിൽക്കുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റിനോട് ചോദിക്കാൻ ഏത് ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ വിദേശ നയത്തിൻ്റെ അന്തസത്ത ചേരിചേരാ നയം ആയിരുന്നു. ഇന്നതിൽ എവിടെയൊക്കെയോ വെള്ളം ചേർക്കുകയോ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ വളരെ ദുർബലമാവുകയും ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിദേശ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ശ്രീമതി ഗാന്ധി വരെയുള്ള കാലഘട്ടത്തിൽ തുടർന്നു പോന്നിരുന്ന നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയത്തിൽ ക്രമേണയായി ഇന്ത്യ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തിലെ മുതലാളിത്ത രാജ്യങ്ങളുടെ, സമ്പന്ന രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമായി ഇന്ത്യ രാജ്യം വിദേശ നയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് കൂടുതൽ പ്രോ അമേരിക്കനായിട്ട് മാറുന്നു എന്നുള്ളത് തന്നെ അപകടകരമായ ഒരവസ്ഥയിലാണ് ഇന്ന്. വിദേശ നയത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ അന്തസ്സ് ഉയർത്താനും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങളിൽ വൈദേശിക രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടെ ഗവൺമെന്റിന് സുസ്ഥിരമായ ഒരു നിലപാട് എടുക്കാൻ കഴിയാത്തതും ഈ തെറ്റായ വിദേശ നയത്തിന്റെ ബലമാണ് എന്നുള്ള വിമർശനമാണ് എനിക്കുള്ളത്. ഒരു കാര്യം കൂടെ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. കഴിഞ്ഞ 32 കൊല്ലമായി, താങ്കൾ ശ്രീമതി ഗാന്ധിയുടെ പേര് പറഞ്ഞതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്, കഴിഞ്ഞ 32 കൊല്ലമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും
UAE ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായ UAE സന്ദർശിച്ചിട്ടില്ല. അത് അങ്ങയുടെ ശ്രദ്ധയിലൊന്ന് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് UAE-യിലുള്ള മലയാളികളും UAE-യിലുള്ള ഇന്ത്യക്കാരും കാണുന്നത് ഞങ്ങളോട് നേരെയുള്ള തികഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയായിട്ടാണ്. താങ്കൾ എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. താങ്കൾക്കെല്ലാ വിജയ ആശംസകളും ഞങ്ങൾ നേരുന്നു. ശ്രീ അബ്ദുൽ ഖാദർ, എന്തു പറയുന്നു ശ്രീ ജയദേവൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി? ധനപാലൻ ഒരു ചർച്ചാ വിഷയമേ അല്ല, കാരണം അതൊരു പരിധിവരെ ലോജിക്കലി ശരിയാണ്. തൃശ്ശൂരിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് PC ചാക്കോയുടെ പ്രവർത്തനങ്ങളെ പറ്റി തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ബഹുമാന്യനായ ജയദേവന് പോലും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഈ സ്വാഭാവികമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് തൃശ്ശൂർ മണ്ഡലത്തെ കുറിച്ചാണെങ്കിൽ ആ തൃശ്ശൂർ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചാൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. സ്വാഭാവികമായും അങ്ങനെ ഒരു സംസാരം വരുമ്പോൾ ജയദേവൻ തന്നെ ഇവിടെ പറയുകയാണ് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ധനപാലനെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായമില്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായമില്ല, അദ്ദേഹത്തിന്റെ ചിന്തയെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായം. വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വളരെ കൃത്യമാണ് അതിന്റെ ഉത്തരം. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത് ജയദേവൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ 100% ഫിറ്റ് ആണ് എന്നുള്ളതാണ്. അത് എതിർ സ്ഥാനാർത്ഥിയായ CN ജയദേവൻ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞു പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു സത്യസന്ധതയായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്കൊരു അറിവുമില്ലെന്നാണ്. ഒരു അറിവുമില്ലാത്ത, പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അറിവുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുന്നതിനോടുള്ള പൊരുത്തക്കേട് എന്താണ് എന്ന് ചിന്തിക്കേണ്ടത് ഈ പരിപാടി വീക്ഷിക്കുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള പ്രേക്ഷകരാണ്. സ്വാഭാവികമായി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു ശ്രീമതി ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ തുടർന്നു പോന്നിരുന്ന എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ ഇന്ദിരാഗാന്ധിയുടെ വിദേശ നയത്തെയും ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളെയും ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റിന്റെ നയങ്ങളെയും ഒക്കെ അതിനിശ്ചിതമായ രീതിയിൽ വിമർശിച്ചിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സമുന്നതരായ നേതാക്കളുടെ ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് അതിശക്തനായ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPI-യുടെ സമുന്നത നേതാവാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സമുന്നത നേതാക്കൾ മുഴുവൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളെയും അവരുടെ എല്ലാ നയങ്ങളെയും വിദേശ നയങ്ങളെയും എതിർത്തിരുന്ന ആളുകൾ ഇന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി വരെയുള്ള നയങ്ങൾ അതിനുശേഷമുള്ളത് തെറ്റ്. അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ കഴിഞ്ഞ കാലമൊക്കെ ശരിയാണ്, വരാനിരിക്കുന്ന കാലം തെറ്റാണ് എന്ന് പറഞ്ഞു ഫലിപ്പിക്കുന്ന ഒരു തെറ്റായ പ്രവണതയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. സുരേഷ് കൃഷ്ണ, ചരിത്രത്തെ നോക്കി കൊഞ്ഞണം കുത്തരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ദിരാഗാന്ധി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയപ്പോൾ അന്ന് CPM അടക്കമുള്ള പാർട്ടികൾ പിന്തുണച്ചതിന്റെ ഫലമായിട്ടാണ് ഈ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള റിസഷന്റെ ഭാഗമായിട്ട്, സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പൊതുമേഖലകൾ തകരാതിരിക്കുകയും ഇന്ത്യയെ പിടിച്ചു നിർത്തുകയും ചെയ്തു എന്നുള്ള ചരിത്രപരമായ സത്യം അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നിലനിൽക്കുന്നത് ഇടതുപക്ഷം ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്. നല്ല നയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആര് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതല്ല, നല്ല നയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നല്ല നയങ്ങൾക്ക് വേണ്ടി പിന്തുണ കൊടുക്കുന്ന, കാലാകാലങ്ങളായി പിന്തുടരുന്ന ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് ഇതിലൂടെ. അതായത് അബ്ദുൽ ഖാദർ പറഞ്ഞ കാര്യം, ശ്രീ ജയദേവൻ പ്രവാസി വിഷയങ്ങളിൽ വലിയ അറിവില്ലാത്ത, പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ആളെന്നുള്ള ഒരു സമ്മതം അദ്ദേഹം ഇവിടെ നടത്തുകയുണ്ടായി. അദ്ദേഹത്തെ എന്തിന് പാർലമെന്റിൽ ഇതുപോലെ പ്രവാസി പ്രശ്നങ്ങളിൽ പരിചയമില്ലാത്ത ആളിനെ അയക്കണം എന്നുള്ള ഒരു ലോജിക് ക്വസ്റ്റ്യനാണ് അബ്ദുൽ ഖാദർ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ പ്രവാസികളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. പ്രവാസി വിഷയങ്ങളിൽ തീസിസ് ഉള്ള ആൾക്കാർ കേന്ദ്രത്തിൽ 8 മന്ത്രിമാർ, എത്രയോ വർഷമായി ശ്രീ വയലാർ രവി പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയാണ്, അതിനു മുമ്പ് അദ്ദേഹം വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇങ്ങനെ പരിചയം മാത്രം മതിയോ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമെങ്കിൽ? തീർച്ചയായിട്ടും പ്രവാസി വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു വ്യഗ്രതയും ഒരു താല്പര്യവും ഒരു കമ്മിറ്റ്മെൻറ്റും തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതല്ലേ? ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ ഖേദകരമായി പറയട്ടെ, പ്രേക്ഷകർ ക്ഷമിക്കണം, ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പ്രേക്ഷകർ ക്ഷമിക്കണം, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കാരണം ഈ പ്രവാസി വിഷയങ്ങളിലുള്ള അറിവില്ലാത്തവർ മുകളിലേക്ക് പോയത് കൊണ്ടല്ല, മറിച്ച് പ്രവാസി പ്രശ്നങ്ങളിൽ നല്ല അറിവുള്ളവർ പോയിട്ടും ഒന്നും ചെയ്യാനുള്ള മനസ്സില്ലാഞ്ഞിട്ടൽ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. എങ്ങനെ പറയുന്നു ഇതിൻ്റെ മറുപടി? തീർച്ചയായിട്ടും അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഞാനും ഒരു പ്രവാസിയാണ്.
പ്രവാസി വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് ഗവൺമെന്റ് ആവട്ടെ, അത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആവട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആവട്ടെ, UPA ഗവൺമെന്റ് ആവട്ടെ, BJP ഗവൺമെന്റ് ആവട്ടെ, അത് X or Y, നമ്മൾ ഏത് ഗവൺമെന്റിനെയും അതിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രത്തിലില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ ഞാൻ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ 123 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ അധിവസിക്കുന്നത്. ഈ 123 കോടി ജനങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 10 കോടി ജനങ്ങൾ പോലും പ്രവാസികളായിട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ന്യൂനപക്ഷമായതുകൊണ്ട് നമ്മൾ അവഗണിക്കുന്ന ഒരു സാഹചര്യം എല്ലാ കാലഘട്ടങ്ങളിലെ എല്ലാ ഗവൺമെന്റുകൾക്കുണ്ട്. ചില ഗവൺമെന്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊരു പ്രവാസി വകുപ്പ് രൂപീകരിച്ചു, അതില്ലെങ്കിൽ ഞങ്ങളൊരു പ്രവാസി മന്ത്രി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് ചർച്ചകൾ പോകുന്നുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് പ്രവാസികളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതിനൊക്കെ അപ്പുറത്താണ്. ആ അപ്പുറത്തുള്ള വിഷയങ്ങളെ കൃത്യമായി ഗൗരവത്തോടെ ചർച്ച ചെയ്യുവാൻ ഒരു ഗവൺമെന്റുകൾക്കും, അത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഗവൺമെന്റ്, ഞാൻ കുറ്റസമ്മതം നടത്തുന്നത് തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല ഇന്ന് ഇവിടുത്തെ പ്രശ്നം. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സൂചിപ്പിച്ചത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയിട്ടുള്ള ബാങ്ക് ദേശസാൽക്കരണം പോലും ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണ, എത്രയാണ് അന്നത്തെ പിൻബലം എന്ന് നമുക്കറിയാലോ. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന സംവിധാനത്തിന് എത്രയായിരുന്നു പിൻബലം? അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആളുകൾ പോലും AKജിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ആളുകൾ പിന്നീട് എവിടെയാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത്? ഇന്ത്യയിൽ തന്നെ 272 സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച് MP-മാരുണ്ടായാൽ മാത്രമേ ഇന്ത്യ ഭരിക്കാൻ സാധിക്കൂ. 60-ൽ താഴെ മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യം ഞാൻ പറയുന്നത്. ഈ പറയുന്ന പാർട്ടി മുസ്ലിം ലീഗിനെ പ്രതികരിക്കുന്ന ആളാണ്. ഇന്ത്യയിൽ രണ്ട് MP-മാരാണ്. ഞങ്ങൾ അവകാശവാദമല്ല, ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ അവകാശവാദം ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ദേശസാൽക്കരണത്തെ പിന്തുണച്ചത് ഇടതുപക്ഷമാണെന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിക്കട്ടെ, ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും നിങ്ങൾ പിന്നീട് ഏറ്റെടുക്കൽ നയം മാത്രം, അതായത് എട്ടുകാലി മമ്മൂഞ്ഞിയുടെ സമീപനം സ്വീകരിച്ചു എന്നതിനപ്പുറത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മന്ത്രിസ്ഥാനം ഓരോ കാലഘട്ടത്തിലും ദയവായി ക്ഷമിക്കണം, നമ്മുടെ വിഷയം അതല്ല. ഇന്ത്യയുടെ വിദേശ നയത്തിൽ വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ഇത് നമ്മൾ അംഗീകരിക്കേണ്ടതാണോ? എവിടെയൊക്കെയാണ് നമുക്ക് പാകപ്പിഴകൾ വന്നത്? ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഏതെങ്കിലും സാമ്രാജ്യത്തെ അധിനിവേശത്തിന് അടിമകളായി നാം മാറിയോ? വിദേശ നയത്തെ ആർക്കെങ്കിലും മുമ്പിൽ കൊണ്ട് അടിയറ വെച്ചോ? ഈ വിഷയത്തിൽ എന്താണ് അബ്ദുൽ ഖാദറിന് പറയാനുള്ളത്? ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേർന്നു. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോളൂ, ചർച്ചയിൽ പങ്കെടുത്തോളൂ. എനിക്ക് വലുതായിട്ട് സംസാരിക്കാനൊന്നുമില്ല. ഈ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച ഒരാള് വലിയ ഘോരമായിട്ട് പറഞ്ഞു, എന്താണ് തൃശ്ശൂർ എന്നുള്ള ആ സ്ഥാനാർത്ഥിക്ക് നമ്മുടെ NRA പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, NRA പറ്റി അറിയാവുന്ന ശശി തരൂർ, വയലാർ രവി എന്ത് കാട്ടി അവർ ഒരു കുന്തവും ചെയ്തിട്ടില്ല. രണ്ടാമത്, ഇന്ത്യൻ ഫോറിൻ പോളിസി ഇന്ദിരാഗാന്ധി എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്നു. ഇതിപ്പോ ഇന്ദിരാഗാന്ധിയുടെ മിച്ചമാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു. അവരെന്താ കാട്ടുന്നത്? അവർ ഇന്ത്യൻ പോളിസി സറണ്ടർ ടു അമേരിക്ക ഓർ സമൺ എൽസ്. ഡിഫൻസ് പോളിസി എന്താണ് AK ആന്റണിയുടെ? അങ്ങേർക്ക് ഡിഫൻസ് പോളിസിയേ ഇല്ല. അങ്ങനത്തെ UP ആണ് ഇവര്. അപ്പൊ ഡിഫൻസ് പോളിസി, ഒരു കാര്യം പറയാം, എന്താണ് ഈയിടയ്ക്ക് ഷിപ്പിൽ റെക്കോണ്ടായപ്പോ അതിന്റെ ബാറ്ററിയുടെ പ്രശ്നമാണെന്ന് പറയും. ബാറ്ററി ഉണ്ടാക്കുന്ന ഇന്ത്യ കൽക്കട്ടയിലാണ്. അത് മാറ്റിയിടാനുള്ള സമയം പോലും ഇല്ലാത്ത ഡിഫൻസ് മിനിസ്റ്ററാണ് നമുക്കുള്ളത്. വല്ലവന്റെയും കുറ്റം പറഞ്ഞു. ഇൻഎഫിഷ്യന്റ് ഡിഫൻസ് മിനിസ്റ്റർ എവർ സീൻ ഇൻ ഇന്ത്യൻ മിനിസ്ട്രി ആണ്. അടുത്തിരിക്കുന്ന ആൾ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. ഇൻഎഫിഷ്യന്റ് ഡിഫൻസ് മിനിസ്റ്റർ AK ആന്റണി, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആൻഡ് ഫോറിൻ പോളിസി is surrendered to someone else. ഒരു പോളിസി ഇല്ലാത്ത സുരേഷ് ചിരിക്കുന്നു. സുരേഷ് എന്നെ നന്നായിട്ട് അറിയാം. എന്റെ സർനെയിം എന്നെ വെച്ചിട്ടില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ശരി, എന്തായാലും വിളിച്ച അഭിപ്രായം പറഞ്ഞതിന് വളരെ സന്തോഷം. സുരേഷ് എങ്ങനെ പ്രതികരിക്കുന്നു അബ്ദുൽ ഖാദറിന്റെ വിമർശനങ്ങളോട്? ഈ വിദേശ നയത്തെ കൊണ്ടുവന്ന് പണയപ്പെടുത്തി എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ രാജ്യത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിലക്കയറ്റത്തിന്റെ എല്ലാം അടിസ്ഥാനം വിദേശ നയത്തെ കൊണ്ടുവന്ന് പണയപ്പെടുത്തിയതിന്റെ ആത്യന്തികമായിട്ടുള്ള ഫലമാണ്. അത് അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ഇന്ത്യയിൽ വസിക്കുന്ന 70% വരുന്ന ജനങ്ങൾ 20 രൂപയ്ക്ക് താഴെ ദിവസ വരുമാനമുള്ളവരായി മാറ്റിയതും ശതകോടീശ്വരന്മാരെ വീണ്ടും ശതകോടീശ്വരന്മാരാക്കി വളർത്തിയതും അതിന് ഒരു ഭാഗത്ത് വിദേശ നയമുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു.
എന്തുകൊണ്ട് കോർപ്പറേറ്റ് വൽക്കരണം രണ്ടു പാർട്ടികളും BJP-യും കോൺഗ്രസും ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ സമൂലമായ ഒരു കോർപ്പറേറ്റ് വൽക്കരണം നടത്തിക്കൊണ്ടിരിക്കാനുള്ള കാരണമെന്ത്? ആ നിലപാടിൽ, ആ വിഷയത്തിൽ, കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും BJP-യും എല്ലാം ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായി നിൽക്കുന്നു. മാത്രമല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം, വിദേശ നയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ലീഗിനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവർക്ക് കിട്ടിയിട്ടുള്ള മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് തകർത്തതിനുള്ള പ്രതിഫലമായിട്ട്, അതിന് കൂട്ടുനിന്നതിനുള്ള പ്രതിഫലമായിട്ട് കിട്ടിയിട്ടുള്ള മന്ത്രിസ്ഥാനമാണ്. അന്ന് കോൺഗ്രസിന്റെ മുഖത്ത് നോക്കി ഈ കാണിച്ച തെറ്റാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ ഉള്ള ചങ്കൂറ്റം കാണിക്കാതിരുന്ന ലീഗിന് കൊടുത്ത പ്രതിഫലം മാത്രമാണ് മന്ത്രിസ്ഥാനം. അങ്ങനെ മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു സുരേഷ്, നമുക്ക് കുറച്ചും കൂടെ ഗൗരവമായി ഈ വിദേശ നയത്തിന്റെ കാര്യത്തെ പറ്റി തന്നെ ചർച്ച ചെയ്യണം. നമ്മൾ കഴിഞ്ഞ 10 കൊല്ലം നോക്കുകയാണെങ്കിൽ വേണ്ട, 2009 ശേഷം ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ തന്നെ 2013 വരെ, ഒക്ടോബർ വരെ ഏതാണ്ട് 15ഓളം ഭീകരവാദ ആക്രമണങ്ങൾ ഇന്ത്യയിലുണ്ടായി. അതിൽ 135 പേർ മരിക്കുകയും 638 പേർ വളരെ സീരിയസ് ആയി ഇഞ്ചുർ ആകുകയും ചെയ്തിട്ടുണ്ട്. അന്ന് പത്രങ്ങളിൽ വന്ന വാർത്തകൾ, വിമർശനങ്ങൾ. തിരിച്ചു വരാം. ശ്രീ KP ധനപാലൻ, തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ KP ധനപാലൻ, ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. ശ്രീ ധനപാലൻ, എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? നന്നായി പോകുന്നു. ഓക്കെ, ശ്രീ ധനപാലൻ, ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ അരമണിക്കൂറായി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ താങ്കൾക്ക് മനസ്സില്ലാ മനസ്സോടെയാണ് ചാലക്കുടിയിൽ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന MP ആയിരുന്ന താങ്കൾ വല്ലാതെ ഒരു വിഷമത്തോടു കൂടിയാണ് തൃശ്ശൂരിലേക്ക് വന്നത്. താങ്കൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ താങ്കളെ ബലിയാടാക്കുകയായിരുന്നു എന്നുള്ളത്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എന്റെ സമ്മതത്തോടുകൂടിയാണ് തൃശ്ശൂർ വന്നത്. ഞാൻ സമ്മതിച്ചുകൊണ്ടാണ് തൃശ്ശൂർ സ്ഥാനാർത്ഥിയായത്. താങ്കൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ തന്നെ താങ്കൾ പറഞ്ഞതായി പത്രങ്ങളിൽ കണ്ടു, തൃശ്ശൂരിൽ വികസനം എത്തി നോക്കിയിട്ടില്ലാത്ത ഒരു മണ്ണാണ് തൃശ്ശൂരിൻ്റെതെന്ന്. എങ്ങനെ ഇപ്പോൾ എന്ത് തോന്നുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കാണുമ്പോൾ? തൃശ്ശൂരിൽ എവിടെയെങ്കിലുമൊക്കെ വികസനങ്ങൾ എത്തിയിട്ടുണ്ടോ? തൃശ്ശൂരൊക്കെ ഒരുപാട് വികസനം ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂര് എല്ലാ സ്ഥലങ്ങളിലും വികസനം ഉണ്ടായിട്ടുണ്ട്. വികസനം കുറെ കൂടി നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്, മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത് തൃശ്ശൂരും കുറെ കൂടി നമുക്ക് വികസിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതുവരെ യാതൊരു വികസനം ഉണ്ടായില്ല, ശരിയില്ല. ശരി, എന്തൊക്കെയാണ് താങ്കൾ ഈ പ്രാവശ്യം തൃശ്ശൂരിലെ വോട്ടേഴ്സിനോട് പറയുന്നത്? വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ എന്തൊക്കെ തൃശ്ശൂർ മണ്ഡലത്തിന് വേണ്ടി പ്രധാനമായി ചെയ്യുമെന്നാണ് പറയുന്നത്? അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധി അതാരായാലും ആ തൃശ്ശൂർ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്. അതെ, അത് ഞാൻ ചാലക്കുടി MP ആയി കുറെ കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഇവിടെ വന്ന് ചാക്കോ കുറെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്റെ മനസ്സിലും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പ്രയോറിറ്റി അനുസരിച്ച് അത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ UPA ഗവൺമെന്റ് തിരിച്ചധികാരത്തിൽ വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? 100%. പക്ഷെ താങ്കളുടെ ഇപ്പോഴത്തെ തൃശ്ശൂർ സിറ്റിംഗ് MP ആയിട്ടുള്ള ഇപ്പൊ ചാലക്കുടിക്ക് സ്ഥലം മാറിയ ശ്രീ PC ചാക്കോയ്ക്ക് വിശ്വാസം ഇല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് UPA ഈ പ്രാവശ്യം പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്നാണല്ലോ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ പ്രതികരിക്കുന്നു? ചാക്കോ എന്ത് പറഞ്ഞു ഞാൻ കേട്ടില്ല. ചാക്കോ അങ്ങനെ പറയാൻ വഴിയില്ല. ഞങ്ങളുടെ AICC വക്താക്കളും APCC വക്താക്കളും എല്ലാവരും ഒരേപോലെ ഒരേ സ്വരത്തിലാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ചാക്കോ പറഞ്ഞാലും അദ്ദേഹം തിരുത്തിയെന്നാണ് ഞാൻ കേട്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ചെറിയ പെശക് പറ്റിയതായിരിക്കാം. അങ്ങനെ ഇരിക്കട്ടെ. ശ്രീ ധനപാലൻ, താങ്കൾ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ NTVയുടെ തന്നെ കേരള ബജറ്റും പ്രവാസികളും എന്നുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്, ലൈവായി പങ്കെടുത്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പ്രവാസി വിഷയങ്ങളിൽ താങ്കൾ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രവർത്തിക്കുമെന്ന് പ്രവാസികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. അതായത് കേന്ദ്ര മന്ത്രിസഭയുടെ കയ്യിലുള്ള ഏതാണ്ട് 25,000 കോടി രൂപ ECNR ഇനത്തിൽ ഡിപ്പോസിറ്റായി വാങ്ങിച്ചത്
താങ്കൾ അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ യാത്രാ പ്രശ്നങ്ങളിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാനായി താങ്കൾ ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്ഥിതി എന്ന് പറയുന്നത് മാർച്ച് 31 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് 30 കിലോ ബാഗേജ് ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നുവെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ അത് വെറും 20 കിലോ ആയി കുറച്ചിരിക്കുന്നു. ഈ വിഷയങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ ഞങ്ങൾക്ക് ഉറപ്പു തന്ന വിഷയങ്ങളിൽ എന്ത് നിലപാടുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവാസികൾക്ക് വേണ്ടി താങ്കൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പാർലമെന്റിലും മറ്റുമായി ചെയ്തത്? ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മന്ത്രി ശ്രീ കെ.സി. വേണുഗോപാലുമായി ഞങ്ങൾ എംപിമാർ എല്ലാവരും കൂടി ചർച്ച ചെയ്തു. ഇതിന് നമുക്ക് പ്രവാസി ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അത് കൈകാര്യം, അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അത് വളരെ മാനസികമായി ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളായി മാറുകയാണ്. അങ്ങനെ നിരാശരായവരായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അവർക്ക് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ കൃത്യമായ ഒരു ചർച്ച അവരുമായി നടത്തി അതിലെന്ത് ചെയ്യാൻ കഴിയും ഗവൺമെന്റിന് എന്നതിനെ കുറിച്ച് ഞങ്ങൾ കെ.സി. വേണുഗോപാലിനോട് പറഞ്ഞു. എന്തെങ്കിലും ഒരു കർമ്മ പരിപാടി ശ്രീ ധനപാലൻ, താങ്കൾ നിരവധി തവണ ഞങ്ങളുടെ ചർച്ചയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും വിഷയങ്ങൾ താങ്കളുടെ അറിവിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവാസികളുടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ എന്തെങ്കിലും ഒരു കർമ്മ പരിപാടി മുമ്പിലോട്ട് വെക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടില്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞ് എംപി ആയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ സജീവമായി ഇടപെടും. കഴിയുന്നത്ര പരിഹാരം. അല്ല, തൃശ്ശൂരിൽ ഏകദേശം 30% പ്രവാസികളുമായി, അതിലേറെയോ പ്രവാസികളുമായി ബന്ധപ്പെട്ട വോട്ടുകളാണ്. തീർച്ചയായും താങ്കൾക്ക് അവരെ ഫേസ് ചെയ്യേണ്ടി വരത്തില്ലേ? എന്താണ് പ്രവാസി പുനരധിവാസത്തിന്, പ്രവാസി സുരക്ഷയ്ക്കായി, ഇവിടെ ജയിലിൽ കിടക്കുന്നവരുടെ തിരിച്ചുവരവിനായി, ഇവിടെ കോമായിൽ കിടക്കുന്ന ആൾക്കാരുടെ തിരിച്ചുവരവിനായി ഒക്കെ താങ്കൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരില്ലേ ശ്രീ ധനപാലൻ? തീർച്ചയായിട്ടും ഒക്കെ പറയാൻ ധൈര്യപൂർവ്വം പറയാൻ കഴിയുള്ളൂ. ഓരോ പ്രശ്നങ്ങളും ഞങ്ങൾ അതാത് സന്ദർഭങ്ങളിൽ ഇടപെടാറുണ്ട്. പ്രവാസി മന്ത്രി വയലാറുമായിട്ടും എംബസിയുമായിട്ടും ഒക്കെ ഇടപെട്ടുകൊണ്ടാണ് അതാത് പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽ ഏതായാലും താങ്കൾ വളരെ കാര്യമായി ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതിന് നന്ദി. താങ്കളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൂടെ ഞാൻ പെടുത്താം. കഴിഞ്ഞ ബജറ്റിൽ 2014 കേന്ദ്ര ബജറ്റിൽ 1 രൂപ പോലും, താങ്കൾ ഇപ്പോഴും എം പിയാണ്, PC ചാക്കോയും എം പിയാണ്, 1 രൂപ പോലും പ്രവാസി പുനരധിവാസത്തിന് വേണ്ടിയോ പ്രവാസി സുരക്ഷയ്ക്ക് വേണ്ടിയോ മാറ്റി വെച്ചിട്ടില്ല എന്നുള്ള കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഹലോ, ഞാൻ ചോദിച്ചത് ശ്രീ ധനപാലൻ, 2014 ബജറ്റിൽ താങ്കൾ ഇപ്പോഴും എം പിയാണ്, ശ്രീ PC ചാക്കോയും എം പിയാണ്. 2014 ബജറ്റിൽ ഓട്ടോ ഓൺ അക്കൗണ്ട് അവതരിപ്പിച്ചപ്പോൾ 1 രൂപ പോലും പ്രവാസികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, പ്രവാസികളുടെ പുനരധിവാസത്തിന് വേണ്ടി, പ്രവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടില്ല. ഓട്ടോ ഓൺ അക്കൗണ്ട് മാത്രമേ പാസ്സായിട്ടുള്ളൂ. താൽക്കാലികമായിട്ട് ചില വരവേല കണക്കുകളില്ലാതെ. ഇത് ഈ സമ്മേളനം ഇത് പാർലമെന്റ് ഓക്കെ, അതവിടെ നിൽക്കട്ടെ. വാദത്തിന് വേണ്ടി അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, വാദത്തിന് വേണ്ടി ഞങ്ങൾ അംഗീകരിക്കുന്നു. വോട്ട് ഓൺ അക്കൗണ്ട് ആയിരുന്നു അതിലെല്ലാം വരണ്ട. 2009 മുതൽ 2013 വരെ അവതരിപ്പിച്ച ഏത് ബജറ്റിലാണ് പ്രവാസികൾക്ക് വേണ്ടി എത്ര രൂപ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓർത്തെടുക്കാൻ കഴിയുമോ? ഇല്ല ശ്രീ ധനപാലൻ, ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. താങ്കളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ നിരന്തരം വീക്ഷിക്കുന്ന ആൾക്കാരാണ്. ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇത് താങ്കൾ ജയിക്കുകയാണെങ്കിൽ ഞാനിത് ശക്തമായി അവതരിപ്പിക്കുന്നത് താങ്കൾ ജയിക്കട്ടെ. താങ്കൾ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ അടുത്ത 5 വർഷക്കാലം പാർലമെന്റിൽ പ്രവാസികൾക്ക് വേണ്ടി താങ്കൾ അവതരിപ്പിക്കണം എന്നുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ധനപാലൻ വളരെ സന്തോഷം. ഒരു കാര്യം കൂടെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് വിളിച്ചപ്പോഴും ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ 32 വർഷമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 കൊല്ലം മൻമോഹൻജി ഒരിക്കൽ പോലും ഇതുവഴി വന്നിട്ടില്ല, UAE കാലുകുത്തിയിട്ടില്ല എന്നുള്ള സങ്കടകരമായ അവസ്ഥയും കൂടെ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തട്ടെ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. താങ്കൾക്കെല്ലാ വിജയാശംസകളും. ശ്രീ അബ്ദുൽ ഖാദർ, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, കഴിഞ്ഞ 2009 മുതൽ 2013-14 ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നതുവരെ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ 1 രൂപയെങ്കിലും പ്രവാസികളുടെ പുനരധിവാസത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ?
പ്രവാസി വകുപ്പിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള ചെറിയ എമൗണ്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ടാവും. മന്ത്രിക്ക് സാലറി കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെ പരിപോഷിക്കുവാനും വേണ്ടിയിട്ടുള്ള പണമൊക്കെ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രവാസികൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി, പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മാറ്റിവെച്ചതായി താങ്കളുടെ അറിവിലുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രവാസികളുടെ വിഷയം വരുമ്പോൾ നമ്മളെല്ലാവരും പ്രവാസികളാണ്. അവിടെ ഇടതുപക്ഷമില്ല, അവിടെ വലതുപക്ഷമില്ല. അവിടെ നമുക്ക് പ്രവാസികൾക്കുള്ള പ്രയാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരും ഈ തരത്തിൽ തന്നെ വേണം ഈ ചർച്ചയെ കാണുക. ഞാൻ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ ഞാനിവിടെ സംസാരിച്ചല്ലോ, ഞാൻ ഓപ്പണായി പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും സ്വാഭാവികമായും പ്രവാസികളുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ ചെയ്തു എന്ന് അവകാശപ്പെടാൻ ഞങ്ങൾക്കില്ലെങ്കിലും ഇപ്പോൾ നിദാഖാത്ത് വന്നപ്പോൾ ആ നിദാഖാത്തിന്റെ വിഷയത്തിൽ ഒരു കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞു. നിദാഖാത്തിന്റെ വിഷയത്തിൽ അബ്ദുൽ ഖാദർ 2 വർഷത്തോളം സൗദി ഗവൺമെന്റ് സമയം കൊടുത്തിട്ടും ആ സമയമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. കാരണം നിദാഖാത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ UAE ഉണ്ടായിരുന്ന നമ്മുടെ ആംനസ്റ്റി പോലുള്ള ഒരു സംവിധാനമായിരുന്നു യഥാർത്ഥത്തിൽ നിദാഖാത്ത്. എന്നാൽ നിദാഖാത്ത് വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളിലൊക്കെ അത് വല്ലാത്ത രീതിയിൽ ഒരു ഭീകരമായ എന്തോ വരാൻ പോകുന്നു എന്നുള്ള രൂപത്തിലേക്ക് ചർച്ച വന്നപ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. ആ ഭയപ്പാടിനെ മാറ്റിക്കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച അഹമ്മദ് സാഹിബിന്റെ ഒക്കെ പങ്കാളിത്തം, അതുപോലെ തന്നെ വയലാറിന്റെ ഒക്കെ പങ്കാളിത്തം, ചെറുതല്ലാത്ത പങ്കാളിത്തം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുപോലെ തന്നെ നിദാഖാത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായും ഫ്രീ ആയി ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നാട്ടിലേക്ക് എത്തിച്ചതിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒട്ടേറെ കാര്യം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അതിലേക്ക് വരാം. സുരേഷ്, താങ്കൾക്ക് അറിയാമോ കേന്ദ്ര ഗവൺമെന്റ് നിദാഖത്തിൽ അതുമായി ബന്ധപ്പെട്ട് അല്ലെ ആംനസ്റ്റിയുമായി ബന്ധപ്പെട്ട് തിരിച്ചുപോയ ഏതെങ്കിലും പ്രവാസിക്ക് ടിക്കറ്റ് കൊടുത്തതായി താങ്കൾക്കറിയുമോ? ഏകദേശം ഒരു 100-ന് താഴെ ടിക്കറ്റുകൾ മാത്രമാണ് കൊടുത്തതെന്നുള്ള ഒരു അവകാശവാദം ഇതിനുവേണ്ടി പ്രത്യേകം ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രി നടത്തിയതായിട്ട് മാത്രം അറിയാം. പക്ഷേ ഏതും പ്രസ്താവനകളിൽ ഒതുങ്ങുകയല്ല ചെയ്യേണ്ടത്. പ്രവാസിക്കും പ്രവാസി കുടുംബത്തിനും അത് അനുഭവവേദ്യമാകണം. അങ്ങനെ അനുഭവവേദ്യമാകാത്ത ഒന്നും ശാശ്വതമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇടതുപക്ഷം. ഇനി വരുന്ന കേന്ദ്രത്തിൽ വരാനിരിക്കുന്ന ഒരു പുതിയ മുന്നണി സംവിധാനവും ഭരണ സംവിധാനവും പ്രവാസികളെ നേരായ മാർഗത്തിൽ അവരെ സഹായിക്കാനുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള സുശക്തമായ ഇടപെടലായിരിക്കും കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന ഇടതുപക്ഷ എംപിമാർ ചെയ്യുക എന്നുള്ളതാണ് സത്യം. അതാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ നടന്നാൽ മാത്രമേ പ്രവാസിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ജയിലുകളിൽ കിടക്കുന്ന നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കൾ, ആശുപത്രിയിൽ കോമ സ്റ്റേജിൽ കിടക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറണം. 25,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് പോക്കറ്റിൽ ഇട്ട് നടക്കുന്ന വയലാർ രവി ഇവിടെ മാസാമാസം സന്ദർശനം നടത്തി തിരികെ പോകുന്നുണ്ട്. എന്നാൽ പാവങ്ങളായിട്ടുള്ള പ്രവാസികൾ നാട്ടിൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ആശുപത്രി ചെലവിനും പോലും വകയില്ലാതെ ഇവിടെ നിന്ന് തിരികെ പോകുന്ന പ്രവാസികൾക്ക് എന്തെങ്കിലും ശാശ്വതമായിട്ടുള്ള ഒരു സഹായം ചെയ്യാൻ വേണ്ടി ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അങ്ങനെ വരുമ്പോൾ UDF ഒരു വൻ പരാജയത്തിലേക്ക് പോകും. അത് പ്രവാസികളുടെ വോട്ട് നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്തുറപ്പാണ് LDF ജയിച്ചാൽ കേരളത്തിൽ നിന്ന് 20 എംപിമാരോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന LDF എംപിമാർ പ്രവാസികൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുമെന്ന് താങ്കൾക്ക് എന്ത് ഉറപ്പാണുള്ളത്? ഇത് പൊതുവായിട്ടുള്ള നയം എന്താണ് എന്നുള്ളതാണ്. ഇടതുപക്ഷം എപ്പോഴും നിൽക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പമാണ്. അതേസമയം പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ, പട്ടിണി കിടക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് ഒന്നും സംസാരിക്കാതെ ഇവിടുത്തെ ശതകോടീശ്വരന്മാരായിട്ടുള്ളവരെ വീണ്ടും ശതകോടീശ്വരന്മാരാക്കുന്ന നയവും നിലപാടും എടുത്തിരിക്കുന്നത്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്നതെല്ലാം UDF ആണ്, കോൺഗ്രസ് ആണ്, UPA ഗവൺമെന്റ് ആണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷമായ തെളിവായിരുന്നു ഏറ്റവും ഒടുവിൽ അംബാനിമാർക്ക് പ്രകൃതിവാതകം ചൂഷണം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തത്. ഇവിടെ കേന്ദ്ര മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് അംബാനിയെ പോലുള്ള വലിയ കോർപ്പറേറ്റുകളാണെന്ന് പറഞ്ഞത് നമ്മളല്ല. മീര റാഡിയ ടേപ്പ് പുറത്തേക്ക് വന്നപ്പോൾ അതിലെ സംസാരം ശ്രവിക്കുന്ന ഏവർക്കും ബോധ്യമാകും ആരാകണം മന്ത്രി, ഏത് സ്ഥാനത്ത് ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ്. അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് UPA ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമീപനം പാവങ്ങൾക്കൊപ്പമാണ്, ഈ കഷ്ടത അനുഭവിക്കുന്ന പ്രവാസികൾക്കൊപ്പമാണ്. ഈ കേന്ദ്രത്തിൽ ഒരു 3ാം മുന്നണി സംവിധാനം അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യത്വപരമായ സമീപനം പ്രവാസികൾക്ക് വേണ്ടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അബ്ദുൽ ഖാദർ, UPA ഗവൺമെന്റ് പ്രവാസികളോടെല്ലാം നിലപാടുകൾ എടുത്തത് ഒന്ന് ചോദിച്ചോട്ടെ. അബ്ദുൽ ഖാദർ, പ്രവാസികളോടല്ല മൃദു സമീപനം, നല്ല സമീപനം എടുത്തത് കോർപ്പറേറ്റുകളോടാണ് UPA ഗവൺമെന്റ് നല്ല സമീപനം എടുത്തിട്ടുള്ളത് എന്നുള്ള വിമർശനത്തോടെ ഒരിക്കലുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ 948 ഇന്ത്യ സ്വതന്ത്രമായത് അല്ലേ? 948 മുതൽ 2014 വരെ 947 ഇന്ത്യ സ്വതന്ത്രമായി. ലൈനിലുണ്ട്. ഹലോ,
നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുകയാണ്. പേര് ബിനു. ഓക്കെ, ചർച്ചയിൽ പങ്കെടുത്തോളൂ. നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ ഖാദർ ചെയ്യുന്ന തന്നെയാണ്. വെറുതെ വന്നിരുന്ന് വാചോടിക്കും. അതല്ലാതെ ഒരു കാര്യവും ഈ പ്രവാസികൾക്ക് വേണ്ടി ചെയ്തില്ല. ഈ ഏപ്രിൽ 1 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ലഗേജ് നിരക്ക് കുറച്ചത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഇലക്ഷൻ പ്രമാണിച്ച് പ്രവാസികൾ അവരുടെ വീട്ടിലുള്ള ആളുകളോട് വോട്ട് ചെയ്യാൻ പ്രത്യേകം കോൺഗ്രസിന് പറയണമെന്ന് വിചാരിച്ചായിരിക്കും അവർ അത്രയും സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നത്. ഇവിടെ കിടന്ന് വാചോടിക്കുന്നതല്ലാതെ ഈ പ്രവാസികാര് മന്ത്രിമാർ ഇവിടെ വരുമ്പം തൊഴുതു നിൽക്കുന്നതല്ലാതെ ഈ അബ്ദുൽ ഖാദറിനെ പോലുള്ളവര് പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ചാനലിൽ വന്നിരുന്ന് മുഖം കാണിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ വലിയ നേതാക്കന്മാരുമായിട്ട് പിടിയുള്ള ആളുകളാണെന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ലീഗിന്റെ നിങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ഇല്ലായിരുന്നു. താങ്കൾ ചർച്ച വ്യക്തിപരമാക്കാതെ വ്യക്തിപരമല്ല. ഇത് പ്രവാസികളുടെ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. കോൺഗ്രസ് ഗവൺമെന്റ് ഈ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചിട്ട് ഇവിടുത്തെ പ്രവാസികൾ ഒന്നിച്ചു നിൽക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഒന്നും കിട്ടാത്ത. പ്രവാസികൾക്ക് വോട്ടില്ലല്ലോ. വോട്ടില്ലാത്ത പ്രവാസിക്ക് എന്തു ചെയ്തിട്ട് എന്ത് കാര്യമാണ്? പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, കോർപ്പറേറ്റുകൾക്ക് എഴുതി തള്ളിയ തുകയുടെ 1% എങ്കിലും പ്രവാസികൾക്ക് ചെലവാക്കിയിരുന്നെങ്കിൽ ഓരോ പ്രവാസികൾക്കും 400 ദിർഹംസിനോ 300 ദിർഹംസിനോ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള ഫ്ലൈറ്റുകളിൽ നാട്ടിൽ പോകാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇവിടെ വന്ന് ഒരു 5 മിനിറ്റ് മുമ്പ് ധനപാലൻ എം പി പറയുന്നത് കേട്ട് 5 കൊല്ലം കൊണ്ട് പുള്ളിക്ക് ചെയ്യാത്ത ഇനിയും ജയിച്ചാൽ പുള്ളി ചെയ്യുമെന്ന്. ഇനിയും ജയിച്ചാൽ എന്ത് ചെയ്യും? കുത്തകൾക്ക് വേണ്ടി ഭരിക്കും. ഒരു എം പി അടുത്ത സ്ഥലത്തോട്ട് ഓടിപ്പോയി എന്ന് വെച്ചാൽ വികസനം, അതിന്റെ വികസനത്തിന്റെ കൂടുതൽ കൊണ്ടാണ് ധനപാലനെ അവിടോട്ട് മാറ്റിയിട്ട് പി.സി. തോമസ് ഓടിപ്പോയത്. പി.സി. ചാക്കോ ഓടിപ്പോണ്ടി ഗതികേട് എന്തിനു വന്ന്? ജനങ്ങളോടുള്ള സമീപനം കൊണ്ടാണ്. അല്ലെങ്കിൽ ഓടിപ്പോണ്ടി കാര്യമുണ്ടോ? എന്തായാലും സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. വിളിച്ചതിനെ വളരെ നന്ദി. ശ്രീ അബ്ദുൽ ഖാദർ, വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണമാണ്. യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തോട് എന്റെ സഹോദരനോട് പറയട്ടെ, ഒരു അബ്ദുൽ ഖാദർ പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്ന KMCC എന്ന് പറയുന്ന വലിയൊരു സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. വെറും വാക്ക് പറയുകയും TV ചാനലുകളിൽ വന്ന് മുഖം കാണിക്കുകയും ചെയ്യുന്ന ഒരാളല്ല. കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിട്ട് വളരെ നല്ല രീതിയിൽ കേരളത്തിലെ ഇവിടെയുള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാട്ടിലേക്കും ഇവിടേക്കും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള അഭിമാനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മാധ്യമപ്രവർത്തകർക്കറിയാം. അതോടൊപ്പം തന്നെ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് മറ്റേത് ഗവൺമെന്റുകളെക്കാളും പ്രവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ UDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ UPA ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റു ഗവൺമെന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രവർത്തനം മെച്ചമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എല്ലാ ഗവൺമെന്റുകളും അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിൽ കോൺഗ്രസിന് മാത്രമോ മുസ്ലിം ലീഗിന് മാത്രമോ? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. കോർപ്പറേറ്റുകളുടെ എഴുതിത്തള്ളിയ ടാക്സിന്റെ 1% ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാസികൾക്ക് സുരക്ഷാ പദ്ധതികൾ, പുനരധിവാസ പദ്ധതികൾ നന്നായി നടത്താൻ കഴിയുമായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2013 ജൂൺ മാസം വരെ, 2013 മാത്രം കണക്കാണ്, 6,60,000 കോടി രൂപയാണ് 200-ൽ പരം താഴെയുള്ള കോർപ്പറേറ്റുകളുടെ ടാക്സ് ഇനത്തിൽ എഴുതിത്തള്ളിയത്. നമ്മൾ ചോദിച്ചത്, NTV പോലും കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയിൽ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് 70,000 കോടി രൂപ ഒരു വർഷം നാട്ടിലേക്ക് അയക്കുന്ന പ്രവാസികൾക്ക് അതിൻ്റെ 0.5% 350 കോടി രൂപയെങ്കിലും പുനരധിവാസത്തിന് വേണ്ടി മാറ്റിവെച്ചുകൂടെ? വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അസഹിഷ്ണുതരാവാതെ കൃത്യമായി കാര്യങ്ങളെ കാണുവാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതാണ്. കൃത്യമായി പറഞ്ഞാൽ പ്രവാസികൾ അവഗണിക്കപ്പെട്ട അത് ഏത് ഗവൺമെന്റ്, ഞാൻ ഒരു പക്ഷത്തുനിന്ന് സംസാരിക്കുന്നത്, ഏത് ഗവൺമെന്റ് ആയാലും കൃത്യമായി പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണന ഇതുവരെ പ്രവാസികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ വസ്തുതയെ തന്നെ അവശേഷിക്കും. ഞാൻ അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, പ്രവാസികൾക്ക് കിട്ടിയ അവഗണന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കം ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പ്രവാസി വിഷയത്തിൽ ഞാൻ തർക്കിച്ചുവെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പറയാം. ഞാൻ പറയുന്നത് ഇവിടെ പ്രവാസികൾക്ക് വോട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പം വോട്ടുണ്ടാക്കിയതാരാണ്? UPA ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോർക്ക റൂട്ട്സിന് ചെന്നൈയിലും ബാംഗ്ലൂരിലും ബറോഡയിലും അടക്കം ഓഫീസുകൾ തുറന്നതാരാണ്? പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ പ്രവാസികളുടെ ഈ നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ നല്ല പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ 50,000 മുമ്പ് അതിൽ കുറഞ്ഞ തുക കിട്ടിയിരുന്നത് ഇപ്പൊ 50,000 മരിച്ചവർക്ക് 1 ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് UPA ഗവൺമെന്റ് ആണ്. ആ നോർക്ക റൂട്ട്സിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒട്ടേറെ ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിലും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച കോർപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സാധാരണക്കാരന് അവന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയത് UPA ഗവൺമെന്റ് ആണ്.
ഏത് പദ്ധതിയാണ്? നിങ്ങൾ ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് നോക്ക്. ലോക് പാൽ ബില്ലുമായി ബന്ധപ്പെട്ട് എത്രയോ സമരങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ലോക് പാൽ ബില്ല് നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റ് UP ആണ്. ഇവിടെ അഴിമതിക്കാരെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടെ സംസാരിക്കുന്നുണ്ട്. ആ അഴിമതിക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ലോക്പാലിന്റെ ഭാഗമായിട്ടാണ് വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. വിവരാവകാശ നിയമം കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയില്ല. അബ്ദുൽ ഖാദർ, എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയം, എനിക്ക് സുരേഷിനോട് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. സുരേഷ്, UPA ഭരണത്തിന് കീഴിൽ ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് ഇന്ത്യയിലെ പട്ടിണി മാറിയോ, ഇന്ത്യയിലെ അഴിമതി മാറിയോ, എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നോക്കിക്കാണിക്കുന്നത്? 2G സ്പെക്ട്രം കുംഭകോണം, കോമൺവെൽത്ത് അഴിമതി, കൽക്കരി കുംഭകോണം, ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്തെ കട്ടുമുടിച്ചു കൊണ്ടുപോകുന്ന ഇതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു കടമ മാത്രമാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാം ഉത്തരം പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും സാധാരണക്കാരന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക CPM ഇടതുപക്ഷവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവർ പറയുന്നത് പോലെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് വൻ തട്ടിപ്പാണെന്നും, ആധാർ ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ അഴിമതി വരുന്നതാണ് ആധാർ. 10,000 കോടി രൂപ പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിന് കൂട്ടുനിന്ന കോൺഗ്രസ്സുകാരാണ്. കോടതി എന്താ പറഞ്ഞത്? ആധാർ എന്ന് പറയുന്നത് പറ്റിപ്പാണെന്ന് കോടതി പറയേണ്ട ഗതികേടിലെത്തി. അന്ന് ലോക്പാലിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ ലോക്പാൽ കൊണ്ടുവന്നിട്ട് ആളെ പറ്റിക്കാനുള്ള ലോക്പാലാണ്. കോർപ്പറേറ്റുകളെയും വലിയ മുതലാളി സ്ഥാപനങ്ങളെയും ഈ ആധാറിന്റെ മുന്നിൽ കൊണ്ടുവരാതെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യം ജനങ്ങളുടെ മുമ്പിൽ അവർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് കോർപ്പറേറ്റ് വൽക്കരണം ഈ രാജ്യത്തെ നശിപ്പിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ്. 10,000 രൂപ മിനിമം കൂലിക്ക് വേണ്ടി നടത്തിയ ഐതിഹാസികമായ 48 മണിക്കൂർ സമരത്തിന്റെ വിജയം നടപ്പിലാക്കാൻ പോകുന്ന ഒരു ഭരണ മുന്നണിയായിരിക്കും ഇടതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ പദ്ധതി അല്ല നടപ്പിലാക്കാൻ പോകുന്നത്. 35 കിലോ അരി എല്ലാവർക്കും നിർബന്ധിതമാക്കുന്ന ഒരു പുതിയ നിയമ സംവിധാനം ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ 1,84,000 പരം മുസ്ലിങ്ങൾ അടക്കമുള്ള ചെറുപ്പക്കാർ ഒരു നിയമത്തിന്റെ മുന്നിലും കൊണ്ടുവരാതെ കിടപ്പുണ്ട്. അവരെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ സഹായിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടി ഞങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നാൽ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഡൽഹിയിലുള്ള ഒരു പാവപ്പെട്ട ആമിർ 14 വർഷം ജയിലിൽ കിടന്നു, ഒരു തെറ്റും ചെയ്യാതെ, ഒരു കുറ്റവും ചെയ്യാതെ, സംശയത്തിന്റെ പേരിൽ മാത്രം. ഇവിടെ ലീഗോ UDFോ UPA ഒന്നും ചെയ്തില്ല. ആ 14 വർഷം കഴിഞ്ഞപ്പോൾ കോടതി ഇടപെട്ട് അദ്ദേഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ അദ്ദേഹത്തിന് ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി ഈ പാവപ്പെട്ട ചെറുപ്പക്കാരന് നഷ്ടപ്പെട്ട 14 വർഷങ്ങൾ തിരികെ കൊടുക്കാൻ നിങ്ങളുടെ നിയമ സംവിധാനത്തിനോ UPAക്കോ കഴിയുമെന്ന് ചോദിച്ച പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ പുതിയൊരു ഭരണ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത് എന്നുള്ളതാണ് സത്യം. ശരി, ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ആ കോളർ ഡ്രോപ്പായി. ഈ ഭക്ഷ്യ സുരക്ഷയെ പറ്റി പറയുമ്പോൾ അബ്ദുൽ ഖാദർ, എനിക്ക് ഒരു സംശയമുള്ളത്, ഭക്ഷ്യസുരക്ഷ നല്ല കാര്യം തന്നെയാണ്, വളരെ നേരത്തെ നടത്തേണ്ട കാര്യം തന്നെയായിരുന്നു. 80% ആൾക്കാർ, ഏകദേശം ഇന്ത്യക്കാരിൽ 70% കൂടുതൽ ആൾക്കാർക്ക് ദൈനംദിനം 20 രൂപയിൽ താഴെ വരുമാനം. APL വിഭാഗത്തിൻ്റെ മുകളിലേക്ക് 26 രൂപയിൽ കൂടുതൽ ദിവസ വരുമാനമുള്ളവരെ മാറ്റിയതിനു ശേഷം എന്ത് ഭക്ഷ്യസുരക്ഷയാണ് നാം പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതിന്റെ പേരിൽ എത്ര കോടിക്കണക്കിന് മനുഷ്യർക്കാണ് ഗുണമുണ്ടായത്? എന്തുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്യുന്നില്ല? ഭക്ഷ്യസുരക്ഷാ പദ്ധതി കൊണ്ടുവന്നത് കൊണ്ട് കേരളത്തിലെ, ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരനായ ഏറ്റവും താഴേക്കടയിലുള്ള മനുഷ്യർക്കാണ് ഗുണമുണ്ടായിട്ടുള്ളത്. യാതൊരു സംശയമില്ലല്ലോ. അതുപോലെ തന്നെ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, പിന്നെ ഇവിടെ പറയട്ടെ നമ്മൾ അതിന് മറുപടി പറയണല്ലോ. 2G സ്പെക്ട്രം അതുപോലെ തന്നെ കൽക്കരി അഴിമതിയൊക്കെ നിങ്ങൾ പറഞ്ഞു. ഈ കൽക്കരി അഴിമതി 2G സ്പെക്ട്രത്തിലൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകൾ പിന്നെ പ്രതിയാണെന്ന് കണ്ടപ്പോ ആ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടല്ലല്ലോ UPA ഗവൺമെന്റ് സ്വീകരിച്ചത്. ഗവൺമെന്റ് താഴെ വീഴുമെന്ന് അറിഞ്ഞിട്ട് പോലും ഉത്തരവാദപ്പെട്ട ഗവൺമെന്റുമായി ബന്ധമുള്ള, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ പിടിച്ച് ജയിലിൽ അടക്കുവാനുള്ള തന്റെ ഇടം കാണിച്ചതാരാണ്? UPA ഗവൺമെന്റ് ആണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നേരത്തെ ഇവിടെ പിന്നെ മുസ്ലിം സമുദായത്തോടുള്ള ഏറ്റവും വലിയ എന്താണ് ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയാണ്, അതായത് അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ജയിലിലേക്ക് പറഞ്ഞയച്ചത് ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ്. ആ മനുഷ്യൻ തിരിച്ച് കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വന്നപ്പോ
തിരുവനന്തപുരത്ത് സ്വീകരണം കൊടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് രണ്ടാമത് ബാംഗ്ലൂരിലേക്ക് പറഞ്ഞത് അച്യുതാനന്ദനാണ്. ആ മനുഷ്യന് വേണ്ടിയിട്ട് ഇന്ന് ശബ്ദിക്കാൻ കഴിയാത്ത ഇവരാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ 2 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് വയലിന്റെ നടുക്ക് വെച്ചിട്ട് 150ഓളം ആളുകൾ പങ്കെടുത്ത് ഏറ്റവും മൃഗീയമായ രീതിയിൽ കൊല ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ന്യൂനപക്ഷ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നത്. തീർന്നിട്ടില്ല, സമയം തരാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 10 മണിയായി. സുരേഷ്, 1 മിനിറ്റിൽ മറുപടി പറയൂ, ചർച്ച അവസാനിപ്പിക്കാം. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു ചർച്ച തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് മുസ്ലിം സമുദായത്തിനോട് ഇടതുപക്ഷം എടുത്തിട്ടുള്ള സമീപനം എന്നുള്ളതിനെ സംബന്ധിച്ച് അതെല്ലാം പൊതു ചർച്ചയുടെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ കൊലപാതക രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാട് എന്താണെന്നും എല്ലാവർക്കും അറിയാം. ഇതിനൊന്നും പിന്നിലല്ല ഇവരെന്നുള്ളത്. മുസാഫിർ നഗരത്തിൽ നടത്തിയിട്ടുള്ള വലിയൊരു ലഹള, ആ ലഹളയ്ക്ക് വേണ്ടി പിരിച്ച പൈസ 30 ലക്ഷത്തോളം രൂപ പിരിച്ചിട്ട് അവിടെ കൊണ്ട് ചെന്ന് എത്തിക്കാൻ കഴിയാത്ത സംവിധാനമുള്ള ഒരു മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം സമുദായത്തെ ഇവരെല്ലാം കാപട്യം അണിഞ്ഞു നിൽക്കുന്നത് ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും നാളെ നമുക്ക് ആയിക്കോട്ടെ. മുസാഫിർ നഗറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2500ഓളം വീടുകൾ ബൈത്തുർ റഹ്മാൻ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ അതിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും താങ്കളുടെ വിശദീകരണം വ്യക്തമാണ്. എനിക്ക് ചർച്ച നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, സമയം തീർന്നിരിക്കുന്നു. എന്തായാലും ഇതുപോലെയുള്ള ശക്തമായ ചർച്ചകൾ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഉടക്കി നിൽക്കാതെ പ്രവാസികളുടെ മൊത്തമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് രാഷ്ട്രീയത്തിൻ്റെ മറകൾ നമുക്ക് ഒരിക്കലും തടസ്സമാകരുത്. ഇത്രയും കാലം പ്രവാസികൾ അനുഭവിച്ച പ്രശ്നങ്ങളുടെ പ്രധാന കാരണം രാഷ്ട്രീയ മറകളിൽ നിന്നുള്ള ചർച്ചകൾ തന്നെയായിരുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന നിരവധി സ്ഥാനാർത്ഥികളുടെ മുമ്പിലേക്ക് പ്രവാസി പ്രശ്നങ്ങൾ എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. നാളെ മറ്റൊരു മണ്ഡലവുമായി ഞങ്ങളെത്തും. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതോടൊപ്പം തന്നെ വിളിച്ച പ്രേക്ഷകർക്കും ഇവിടെ എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ള അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര അതോടൊപ്പം സുരേഷ് കൃഷ്ണ എന്നിവർക്കും നന്ദി. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.